ഇന്ന് നമ്മൾ നിൽക്കുന്നത് കണ്ടില്ലേ, ഒരു നഴ്സറിയിലാണ്. ഈ നഴ്സറിയിൽ ഒരു കർഷകനുണ്ട്, ഒരു സാധാരണക്കാരനായ കർഷകൻ. കാണാൻ വലിയ ലുക്കില്ല, എന്നാലും പുള്ളിയുടെ കയ്യിലുള്ള കുട്ടികളെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ബാ കാണിച്ചു തരാം. നമസ്കാരം ചേട്ടാ, പേരെന്താണ്? ത്രിദീപ്. അതിൽ വെറൈറ്റി. ഇവിടെ ഉള്ള നഴ്സറിയിലുള്ള വിഭവങ്ങളെന്ന് പറഞ്ഞാൽ അത്യുഗ്രൻ വെറൈറ്റീസാണ്. വെറൈറ്റി എന്ന് പറഞ്ഞാൽ പിടയ്ക്കണ സാധനങ്ങളുണ്ട്, അത് പതിയെ പതിയെ അറിയാം. ചേട്ടൻ്റെ പേര് കേട്ടല്ലോ, ത്രിദീപ്. എത്ര വർഷമായി ചേട്ടാ ഈ നഴ്സറി നടത്തുന്നത്? 86 തുടങ്ങിയാണ്. ആണ്. ഓക്കെ. ഇവിടെ എന്ത് തരം വെറൈറ്റീസാണ് പ്രധാനപ്പെട്ട? മാംഗോസിനുണ്ട്, പുലാസാൻ, റംബുട്ടാൻ. മാംഗോസ് എല്ലാം മാംഗോസ് വരുന്നുണ്ട്. ഈ സംഭവങ്ങളൊക്കെ എല്ലാം ചേട്ടാ ഓരോന്നോട്ട് പറഞ്ഞു. ഓരോന്നോട്ട് പറഞ്ഞു. മാംഗോസ് നമുക്ക് 3 വർഷമായ മാംഗോസിനാണത്. 3 വർഷമായ മാംഗോസിനാണത്. ഓക്കെ. ഇത് മാംഗോസിന്റെ ബഡാണ്. ബഡെല്ലാം ഗ്രാഫ്റ്റ് ആയിട്ട് വരും. ഇതല്ല, ഇത് നമുക്ക് 3 വർഷം കൊണ്ട് കായ്ക്കും. അത് 12 വർഷം കൊണ്ട് കായ്ക്കും. അപ്പോൾ ഇതാണ് മാംഗോസിന്റെ സംഭവങ്ങളെല്ലാം എവിടെയാണ് വരുന്നത് അല്ലേ? മാംഗോസ് ഗ്രാഫ്റ്റ്. ഇതൊക്കെ മാർക്കറ്റിൽ എന്തുമാത്രം വിലയുണ്ട് ഈ സംഭവത്തിനൊക്കെ? 4 കായ്ക്ക് 1 കിലോയ്ക്ക് 480 രൂപ വിലയുണ്ട്. ഓ, ഡ്രാഗൺ ഫ്രൂട്ടിന് അതേ റേറ്റ് ആണല്ലോ വരുന്നത്. 1 കിലോയ്ക്ക് 480 വിലയുണ്ട്. ഇത് എത്ര എക്സ്പെൻസ് ആക്കേണ്ട ചിലവുണ്ടാവും ഇത് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്? ഈ 480 രൂപ കിട്ടണമെങ്കിൽ കുറച്ച് ചിലവുണ്ടാവുമല്ലോ. അല്ല, ഇതിന് ഗ്രാഫ്റ്റ് ആയി കഴിഞ്ഞാൽ ചെറുതായിരിക്കും. അത് മാർക്കറ്റിൽ പിന്നെ വർഷം നിൽക്കത്തില്ല. അത് അല്ല, ഈ ഒരു ഫ്രൂട്ട് വളർത്തിയെടുക്കുന്നതിന് നമ്മൾ ഇടുന്ന വളങ്ങൾ, അതിന്റെ ചെറിയ ചിലവുണ്ടാവുമല്ലോ. അതിനൊക്കെ എന്തൊക്കെ ചിലവ്? നമ്മൾ കമ്പോസ്റ്റ് വളങ്ങൾ തന്നെയാണ്, വേറെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും വേണം. അപ്പോൾ ഇതിന്റെ ഒരു കിലോ 450 രൂപ ഉണ്ടാവും. ഈ വിത്ത് തയ്യാക്കുമ്പോൾ നമുക്ക് 200 വർഷത്തോളം നിൽക്കും വിത്ത് തയ്യാ കഴിഞ്ഞാൽ. ഓ, ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? ഇത് പാല അവിടെ നിൽക്കണ വരുന്നത്. ഓക്കെ. ഇനി അടുത്ത് വെറൈറ്റി, അടുത്ത് വേറെ എന്താ സംഭവങ്ങളൊക്കെ ഉള്ളത്? ഇത് പുലാസാൻ. പുലാസാൻ എന്ന് പറഞ്ഞാൽ എന്ത് തരം? നമ്മുടെ റംബുട്ടാൻ പുലാസാൻ. ഇതൊന്നും വലുതായിട്ടില്ല. ഇത് വലുതായിട്ടില്ല. ഇതിപ്പോ എത്ര മാസം പ്രായമുള്ളത്? ഒരു വർഷമായ തൈ. 1 വർഷമായിട്ട് ഇത്രയും ഫോട്ടോ. ഓ, ശരി. 1 വർഷമായതാണ് അതല്ലേ? ഇതൊരു ഫലം കായ്ക്കാൻ എത്ര സമയം എടുക്കും? 3 വർഷം എടുക്കും. അത്രയും സമയം നമ്മളിത് ഇങ്ങനെ വെച്ചാൽ മതി, കുഴപ്പമില്ല. നമ്മള് തറയിൽ നടണം. അതല്ല, തറയിൽ നടന്നല്ല, ഇതിന് നമ്മൾ ഇങ്ങനെ പരിപോഷിച്ചാൽ മതി. കമ്പോസ്റ്റ് അത് അച്ചാച്ചെറു. അയ്യോ, പേരുകൾ കേട്ടിട്ട് അച്ചാദിൻ എന്ന് പറയുമ്പോൾ അച്ചാച്ചെറു എന്ന് പറഞ്ഞിട്ട്. ഇതൊരു 2 വർഷം കഴിഞ്ഞ തൈകളാണ്. 2.5 വർഷം ആയ തൈകളാണ്. ഇതിലും കായകളൊന്നും വരാൻ സമയം. ഇനിയും ഇതൊരു 2 വർഷമായി കായ്ക്കും. അച്ചാച്ചെറു. ഐസ്ക്രീം ബീൻസ്. ഐസ്ക്രീം ബീൻസ്. എന്തൊക്കെ പേര്? ഐസ്ക്രീം ബീൻസ്. നമ്മളിതിൽ ഐസ്ക്രീം ബീൻസ് ആണ്, അത് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിച്ചാൽ മതി. ഐസ്ക്രീം ബീൻസ് ആയിട്ട് കഴിക്കാം. ഐസ്ക്രീം കണക്കിരിക്കും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിച്ചാൽ മതി. ഐസ്ക്രീം കണക്കിരിക്കും. ഐസ്ക്രീം ബീൻസ് ടേസ്റ്റ് ഐസ്ക്രീം കണക്കിരിക്കും. ഐസ്ക്രീം ബീൻസ്. ഇതിപ്പോ എത്രയാ? അത് ഐസ്ക്രീം എടുക്കാൻ സമയമായോ? ഇല്ല, കാ പിടിച്ച് തുടങ്ങിയിട്ടില്ല. ഐസ്ക്രീം ബീൻസ്, അച്ചാച്ചെറു. അടുത്ത് ഇതൊക്കെ മാവ് ഐറ്റംസ് ആണ്. ഇതെല്ലാം മാവ് ഐറ്റങ്ങളാണ്. മാവ് എന്ത് വെറൈറ്റി ഒക്കെയാണ്? മാവ് കോട്ടുകുണം മാവാണ്. നമ്മുടെ സാധാരണ നമ്മുടെ സജീവമായിട്ട് നമ്മുടെ നാട്ടിലുള്ള പുഴു വരത്തില്ല ഇതിനകത്താകുമ്പോഴേ. സാധാരണ ഒരു ഇതും ഉണ്ടാവില്ല. മാങ്ങയ്ക്ക് പുഴു വരത്തില്ല. പണ്ട് തിരുവിതാംകൂർ രാജാക്കന്മാർ കഴിക്കുന്ന ഒരു മാവ് ഇതാണ്. പേര് പറഞ്ഞത് കോട്ടുകുണം മാവ്. പല പേരുണ്ട്. കോട്ടൂർ മാവ്. ഇതൊക്കെ എത്ര സമയം എടുക്കും? ഇത് ചെറുതായിട്ട് കാ പിടിച്ചതാണ് ഇതെല്ലാം. ഓ, മുമ്പ് നമ്മുടെ നാട്ടിലെ കോട്ടുകുണമൊക്കെ പണ്ട് നല്ല വലുതാവണമല്ലോ. ഇതൊക്കെ കാ പിടിച്ചതാണിത്. നഴ്സറിയിൽ പ്രേക്ഷകർ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു പിടയ്ക്കേണ്ട സാധനമാണിത്. നമ്മുടെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി ദിനം കഴിക്കുന്ന ഒരു ഫ്രൂട്ട് ഇവിടെ ഉണ്ട്. അതെന്താണെന്ന് ചോദിക്കാം. അത് ഏതാണ് കേട്ടോ മമ്മൂട്ടി കഴിക്കുന്ന? ഓ, രസാബോയ്. ഇതിന്റെ ജ്യൂസ് എടുത്തിട്ട് നമ്മളെ ഇതൊരു ഫ്ലവർ ഓറഞ്ച് കണക്കിനെ ഇരിക്കും. ഇത് കാ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നല്ല മണമായിരിക്കും. ഓ, ഇതെന്താണ് ഇതിന്റെ പ്രത്യേകത? വേറെ എന്തൊക്കെയാണ് പ്രത്യേകത? ജ്യൂസ് അടിക്കാനാണ്. അല്ല, നമ്മൾ ഈ കുങ്കുമപ്പൂ കഴിക്കുന്നത് ഇതെന്തിനാ ശരിക്കും? ആരോഗ്യത്തിനാണോ, കളറാണോ? ഒരു ജ്യൂസ് വെറൈറ്റി ജ്യൂസ്. അല്ല, നമ്മുടെ യൗവനം കാത്തു അങ്ങനെയൊന്നുമില്ല. ഇത് വെറൈറ്റി ജ്യൂസ് ആയിട്ട് എടുക്കാവുന്നേ ഉള്ളു. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ജ്യൂസ് നമുക്ക് വേറെ ഫ്ലവർ ചേർക്കേണ്ട, നല്ല മണമായിരിക്കും. വിലയുണ്ടോ? നല്ല വിലയാണോ ഇത്? അതിന് വിലയൊന്നും കിട്ടത്തില്ല. വലിയ വിലയൊന്നും കാണത്തില്ല. കാ പിടിച്ചു കഴിഞ്ഞാലേ ഒരാഴ്ച 2 ആഴ്ചക്ക് കിട്ടത്തുള്ളൂ. അതിന് മമ്മൂട്ടി ചൂസ് ചെയ്ത് കഴിക്കാൻ കാരണം അത് കഴിക്കുന്നതാണ് പറയുന്നത്. ജ്യൂസ് എടുക്കത്തുള്ളൂ. ഒറിജിനൽ സാധനങ്ങളല്ലേ, ഫ്ലവറും ചേർക്കുന്നില്ലേ. ഓ, ശരി. ജ്യൂസ് അടിച്ച് കുടിക്കും. പാവയ്ക്ക ജ്യൂസ് കഴിക്കും പോലെ. ജ്യൂസ് അല്ല, നമുക്ക് സ്ക്വാഷ് ആയിട്ട് കഴിക്കാൻ പറ്റും. ഇനി മമ്മൂട്ടി പോലെ ഇനി മോഹൻലാൽ കഴിക്കുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടോ? ഇവിടെ നമുക്ക് ഐറ്റംസ് ഒരുപാട് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ചോദിക്കാൻ പറ്റില്ല. കാരണം 10 എപ്പിസോഡായാലും തീരാത്ത അത്രയും ഐറ്റംസ് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് പേരൊക്കെ അറിഞ്ഞ് ഒന്ന് കണ്ട് കേട്ടൊക്കെ പോവാം നമുക്ക്. അപ്പോൾ ഇത് ഡുക്കു എന്ന് പറയുന്ന ഒരു വൃക്ഷം. ഇത് മരമായിട്ട് പോകുന്നതാണ്. ഇതും കായ്ക്കേണ്ട സമയം. ഇത് എത്ര വർഷം എടുക്കുന്നത്? 3 വർഷം ആയതാണ് ഇത് കായ്ക്കാറായി. 3 വർഷം ആകുമ്പം 3 വർഷം ഇത്രേ വളരുള്ളൂ.
3 വർഷം ആയതാണ്, ഗ്രാഫ്റ്റ് ചെയ്തത് 3 വർഷം ആയതാണ്. അത് എന്നാലും 3 വർഷം ഇത്ര വളരുള്ളൂ അല്ലേ? ഇത്ര ആയിട്ടുള്ള 3 വർഷം കവറിലിരിക്കുകയല്ലേ. ഓ ഇതിന് കായ്ക്കാറായി. ഇത് മിക്കഡോമിയ. ഓസ്ട്രേലിയൻ ഫ്രൂട്ട്സാണ് മിക്കഡോമിയ. നമ്മൾ കേരളത്തിൽ 10 വർഷം എടുക്കും കായ്ക്കാന്ന് പറയുന്നത്. കാഴ്ച കണ്ടിട്ടില്ല, 10 വർഷം എടുക്കും. ഇത് ചേട്ടൻ കണ്ടിട്ടില്ല? ഈ മിക്കഡോമിയ ചേട്ടൻ ഇതുവരെ കണ്ടിട്ടില്ല. ഓസ്ട്രേലിയൻ ഫ്രൂട്ട്സ് ആണ് മിക്കഡോമിയ. ഇത് എവിടെ നിന്നാണ് വരുന്നത്? ഓസ്ട്രേലിയയിൽ നിന്ന് ഓസ്ട്രേലിയൻ ഫ്രൂട്ട്സ് മിക്കഡോമിയ. ഇത് അവിടെ നിന്ന് ഈ പറഞ്ഞ ഡുക്കു ആയാലും ഈ പറഞ്ഞ കുറെ മമ്മൂട്ടി കഴിക്കുന്ന ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? അവിടെ നിന്ന് വിദേശ ഫ്രൂട്ട്സ് ആണ് അതല്ല. ഇതെങ്ങനെ നിങ്ങൾ വരുത്തിക്കുന്നത് എങ്ങനെ? അതിപ്പോൾ നമുക്ക് നേഴ്സറിയിലുണ്ടല്ലോ, പാലയിൽ അവിടെ നിന്ന് സ്ഥലങ്ങളിലൊക്കെ കിട്ടും. നമുക്ക് എല്ലായിടത്തും ഇങ്ങനത്തെ സംഭവങ്ങൾ ഇല്ലല്ലോ. ഇത് സെഡേർബ ചെറി എന്നാണ്. ചെറിയുടെ സെഡേർബ ചെറി. ഈ സെഡേർബ ചെറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെഡേർബ ചെറി ഇതെല്ലാം മുള്ളുള്ള ബുക്കിനും മുള്ളുണ്ട്. ഈ സെഡേർബ ചെറി പ്രത്യേകം നമുക്ക് കുട്ടികൾക്ക് ബുദ്ധി കുറവായിരിക്കും അല്ലേ. ബുദ്ധി വളർച്ചയ്ക്ക് നമ്മൾ പണ്ട് കൊച്ചുകളിൽ തെറ്റിക്കാ പഴം തിന്നും. അതിന് പഴം നമുക്ക് ഈ സെഡേർബ ചെറി കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധി കൂടും. നമുക്ക് കുട്ടികൾക്കൊക്കെ ബുദ്ധി കൂടും. സെഡേർബ ചെറി കേട്ടോണം. ബുദ്ധി ഇല്ലാത്തവർക്കല്ല, ബുദ്ധി കുറഞ്ഞവർക്ക് ബുദ്ധി അല്പം കൂടാനായിട്ടുള്ള പഴമാണ് ഈ പറയുന്നത്. സെഡേർബ ചെറി ചെറിയാണ്, ചെറി വർഗത്തിലാണ്. നമുക്ക് കായില്ല, കായിലെ പിള്ളേരൊക്കെ പറിച്ചുകൊണ്ട് പോകും. ഇതിപ്പോ കണ്ട ഇതൊന്നും തീരില്ലല്ലോ. ഇത് ഒരുപാടുണ്ടല്ലോ ഫലങ്ങൾ, ഓരോരോ പേരുകൾ. ഇതെല്ലാം ചേട്ടാ ഇത് എത്ര ദിവസം എടുത്ത് കാണാതെ പഠിച്ചു വയ്ക്കാൻ? ഇത് നമുക്ക് ഇത് മറ്റേ നാരങ്ങയുടെ ഇത് ഏറ്റവും ചെറിയ പേരക്കയാണ്. വളരെ ചെറിയ പേരക്കായിരിക്കും. കടുവിന്റെ അത്രയാണ് പേരക്ക. ലോകത്തെ നമ്മൾ ചെറിയ പേരക്കയാണത്. ചെറിയ പേരക്ക. ഇതിപ്പോ പൊടിക്കേണ്ട സമയമായോ? കായെല്ലാം കഴിഞ്ഞത്. നമുക്ക് ഒരു കായ് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. ഇത്രയും നേരമായി ഒരു കായ് ഇതുവരെ കാണാൻ പറ്റും. അപ്പൊ ഇത് ലോകത്തിൽ ഏറ്റവും ചെറിയ പേരയാണ്. കായ് കായ്ച്ചിട്ടില്ല. ചിലപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് ഇതിന്റെ ബലം അറിയാൻ പറ്റും. കാ കഴിഞ്ഞു പോയതാണ്. ലോകത്തിൽ ഏറ്റവും ചെറിയ പേര. നമ്മൾ സാധാരണ ഒരു അല്പം കൂടെ വലുതാവേണ്ട കണ്ടിട്ടുള്ളത്. ഇതിപ്പോ നല്ല ചെറിയ പേരയാണ്. പേരക്ക ചെറുതായിരിക്കും. പേരക്ക ചെറുതായിരിക്കും. കടുവിന്റെ എത്രയാണത്തോളൂ? ഓ, പേരക്ക ചെറുതായിരിക്കും. കടുവിന്റെ എത്രയാണോ? മരം ഇത്ര തന്നെ. മരം എത്ര തന്നെ. ഓ, അതാദ്യമായിട്ടാണ്. അയ്യോ, ഒന്ന് കാണാൻ പറ്റില്ലല്ലോ സംഭവം. കടുവിന്റെ അത്ര ഉള്ളൊരു പേരക്കയാണ് അത്. അപ്പോൾ കടുവിന്റെ അത്ര പേരക്ക അപ്പൊ എങ്ങനെ കാണും? ചെറിയ പേരക്ക പൂ ഒഴിഞ്ഞു പോയത്. ഇതിപ്പോ ജ്യൂസ് അടിച്ച് കുടിക്കാനാണ്? അല്ല, നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ പിടിക്കുമ്പോഴേ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് ചെറിയൊരു കിട്ടും. ഒരു 10-12 കിട്ടുമല്ലോ നമുക്ക്. നമുക്ക് കഴിക്കാൻ ചെറിയൊരു കടുവിന്റെ എത്രയാണോ? ചെറിയൊരു വളരെ ചെറുതായിരിക്കും. ഇത് ലിപ്പോട്ടി എന്നൊരു ഫ്രൂട്ട്സാണ്. നമ്മളെ ലിപ്പോട്ടി എന്നൊരു ഫ്രൂട്ട്സാണിത്. ലിപ്പോട്ടിയും കാണാൻ പറ്റുന്നില്ല, മരം മാത്രമേ. കായെങ്കിലും ലിപ്പോട്ടിയുടെങ്കിലും കാണാൻ പറ്റിയിരുന്നെങ്കിൽ. അതിൻ്റെ ഒരു താകെയുള്ളു ലിപ്പോട്ടിയുടെ. ഇത് കണക്ക് ചെറിയൊരു പേര് മാത്രമേ ഉള്ളൂ, ലിപ്പോട്ടി. ഇത് മറ്റേ ചെറിയ ഇതുപോലെ ഞാറപ്പഴം തന്നെ അല്ലേ? ലിപ്പോട്ടി. ഇതെന്താ നല്ല വളർന്നിരിക്കുന്ന ലോങ് സെറ്റ് ആണ്. ലോങ് സെറ്റ് പേര് പോലെ തന്നെ. ലോങ് സെറ്റ് ആണ് പേര്. ഇത് ഗ്രാഫ്റ്റ് ആണ്. ഇത് പിടിക്കാറായിട്ടുണ്ട്. അവിടെ കാഴ്ച ഉണ്ടായിരുന്നു. ശരിക്കും ഈ പറഞ്ഞ കുറേ ഫ്രൂട്ട്സ് ഇപ്പൊ തന്നെ നമ്മൾ കണ്ടു. ഇതൊന്ന് മാർക്കറ്റിൽ കാണുന്നുണ്ടോ? വലിയ കിട്ടത്തില്ല. മാർക്കറ്റ് ആയിട്ടില്ല. ഇത് എങ്ങനെ ഇരിക്കുന്ന മാർക്കറ്റ് നിങ്ങളും കണ്ടിട്ടില്ല? ലോങ് സെറ്റ് ഞാൻ കണ്ടിട്ടില്ല. ഉണ്ട്, ഞാൻ കണ്ടിട്ട് ഇവിടെ പിടിച്ചു. നിങ്ങൾ എങ്ങനെ വില നിശ്ചയിക്കുന്നത്? എങ്ങനെയാ വില? നമുക്ക് ഗ്രാഫ്റ്റ് ഒക്കെ വരുന്ന തൈ നമുക്ക് അറിയാലോ. നമ്മൾ വളർത്തുന്ന വലുതാക്കി വരുന്ന തൈ നമ്മളിവിടെ റേറ്റിലിട്ട് കൊടുക്കും. ഇപ്പൊ നിലവിലുള്ള ഏറ്റവും വില കൂടിയ ഫ്രൂട്ട് ഏതാ? 1 കിലോയ്ക്ക് ഏറ്റവും വില കൂടിയ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. ഡ്രാഗൺ ഫ്രൂട്ട് അല്ല, വില കൂടിയ നമുക്ക് ഏറ്റവും നല്ല ഫ്രൂട്ട്സ് ഇതാണ് കെപ്പലാണ്. കെപ്പൽ എത്ര രൂപ കിലോ? വില കറക്റ്റ് നമുക്കില്ല, മാർക്കറ്റ് നമുക്ക് അറിയില്ല. എൻ്റെ കെപ്പലാണ് ഏറ്റവും കൂടുതൽ വില. വിപണി കിട്ടുന്ന ഏറ്റവും വില കൂടിയ ഫ്രൂട്ട്സ് അല്ലേ? റംബൂട്ടാൻ KG 10. ഇതെന്താ റംബൂട്ടാൻ? KG 10 എണ്ണം 1 കിലോ വരും. 1 കിലോ 10 എണ്ണം വരും. KG 10 10 എണ്ണം 1 കിലോ. 1 കിലോ 10 എണ്ണം വരും. 10 എണ്ണം വരും. KG 10. അത് ഓക്കെ. KG 10 എന്ന് വരുന്നുണ്ട്. ഇത് കായ്ക്കുമ്പോഴും 10 എണ്ണം അത് അധികം വരും. 10 നമ്മളെ മാർക്കറ്റിൽ കറക്റ്റ് ആവില്ല. വിള അതിൽ കൂടുതൽ ആയിക്കോളും. 10 പിന്നെ കായ്ക്കില്ല. അല്ല, അങ്ങനല്ല. 10 കായ എടുത്താൽ 1 കിലോ കിട്ടും. റംബൂട്ടാൻ ഇത് പൊട്ടിച്ച് വെച്ചിരിക്കുന്നതാണോ? അതോ അത് ഫ്രൂട്ട്സിന്റെ ഫോട്ടോ ആണ്, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണല്ലേ? ഇത് ബഡ് ആണത്. KG 10 റംബൂട്ടാൻ പോലെ ഇരിക്കുന്നുണ്ട്. മാവിന്റെ ഓരോ വെറൈറ്റികളാണ് അതെല്ലാം. ഇത് നമ്മുടെ നാട്ടുമാവാണ്. ഓരോ മാവുകളാണ്. അത് ദസരി എന്നുള്ള മാവാണ്. ദസരി മാംഗോ. ദസരിയാണ് ഗസരിയാണോ? ദസരി. ഓ, പേരുകള്. ദസരി മാംഗോ. പിന്നെ കോട്ടുകോണം. അല്ല, കോട്ടുകോണം ചെറുതൊക്കെയാണ്. ഇപ്പൊ ഈ ദസരിയും കോട്ടുകോണം തമ്മിൽ എന്താ വ്യത്യാസം എങ്ങനെ അറിയാൻ പറ്റും ചേട്ടൻ? ഇപ്പൊ ഒരു പെട്ടെന്ന് ഒരാൾ വന്ന് ദസരിയും കോട്ടുകോണം രണ്ടും ഏകദേശം ഇല നോക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇലകളെ നോക്കി അപ്പൊ 2-3 ഇല എടുത്ത് വെച്ചാൽ ചേട്ടാ ഇല കണ്ടുപിടിക്കും. കറക്റ്റ് അറിയാൻ പറ്റും. ദസരി, ഇത് കോട്ടുകോണം. പിന്നെ ഇതുണ്ട്. ഇത് വരുന്ന അടിക്കുന്നുണ്ട് മരുന്ന്. ഇതൊക്കെ ഇപ്പോഴേ ഉടനെ കാഴ്ച തുടങ്ങുമോ? ഇത് ഒരു 2 വർഷം എടുക്കും. ബഡാണ്, 2 വർഷം എടുക്കും. ഇത് സാധാ നാരങ്ങ? സാധാ നാരങ്ങ തന്നെയാണത്. ഇതൊരു 2 വർഷം 1.5 വർഷമൊക്കെ ആയതാണ്. ഇത് കായുണ്ട്, പിള്ളേർ വെച്ചിക്കൊണ്ടു. ഓ, റോഡിൽ കൂടെ പോകുമ്പോൾ
ഇവിടെ അതിന് സൂക്ഷിക്കാൻ ആളില്ല. അല്ല പിള്ളേർക്ക് കഴിക്കണ്ടേ. അത് ശരി, അതോട് കയറ്റി വിടുവോ പിള്ളേർക്ക് കഴിക്കാൻ? തുറന്നിടല്ലേ കിടക്കുന്നത്. ആണോ? അകത്തൊക്കെ നീ പറഞ്ഞ മമ്മൂട്ടി കഴിക്കുന്ന ഫ്രൂട്ടൊക്കെ കൊണ്ടുപോകാറുണ്ടോ? പിള്ളേരുടെ വെച്ചിട്ടുണ്ട്, നമ്മളാരും കാണാറില്ലേ. ഓ അത് ശരി. ചേട്ടാ, നമ്മൾ കായുള്ള ബലം നമുക്ക് അങ്ങോട്ട് കാണാൻ പോകും. പക്ഷേ ഈ നിൽക്കുന്ന എന്താ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ പ്ലാവാണ്. പ്ലാവിൽ വിയറ്റ്നാം എയർലി ജാക്ക്. അപ്പോൾ ഇതൊക്കെ 6 മാസം കൊണ്ട് കാച്ചു തുടങ്ങും. 1.5 വർഷം കൊണ്ട് കായ ഫലം കിട്ടും. 6 മാസം അത് ഇളയപ്പോൾ നമുക്ക് 1.5 വർഷം കൊണ്ട് ഇത് കറക്റ്റ് കിട്ടും. 1.5 വർഷം. ഇത് 6 മാസമായി. 6 മാസം ആയതാണ്. അതിപ്പോൾ ഒരു 4 മാസം ആയതാണ്. 4 മാസം. അപ്പോൾ ഇനി 1.5 വർഷം ആകുമ്പോൾ അധികം പൊക്കം വരില്ല. അല്ല തന്നെ കാച്ചു കിടക്കും. കാച്ചു കൊടുക്കും. ഇവിടെ കാഴ്ച ഉണ്ടോ കാണാതെ. ഇത് ചെറിയ തൈകൾ. എന്നിട്ട് ഇവിടെ നിങ്ങൾ തൈയായിട്ടാണോ വിൽക്കുന്നത്, അതിന്റെ ബലമാണോ വിൽക്കുന്നത്? അത് കണക്കിന് ഒരു വെറൈറ്റി ചേട്ടാ, തൈയാണോ നിങ്ങൾ വെളിയിൽ വിൽക്കുന്നത് അതോ ഇതിന്റെ ഫലമാണോ? ഇത് വാടാ സിംഗപ്പൂർ. വാടാ സിംഗപ്പൂർ സിംഗപ്പൂരിൽ നിന്നാണോ? വാടാ സിംഗപ്പൂർ. സിംഗപ്പൂർ പ്ലാവിന്റെ പുതിയൊരു വെറൈറ്റിയാണ് വാടാ സിംഗപ്പൂർ. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല പ്ലാവ് ഇതാണ്. സ്ഥിരം കായ്ക്കുകയും ചെയ്യും. ഇതിപ്പോ ഇവിടെ തന്നെ ഈ ചെറുതായപ്പോ തന്നെ കായ്ച്ചു. 6 മാസം കായ്ച്ചു. വാടാ സിംഗപ്പൂർ ഇതിന്റെ പേര്. സിംഗപ്പൂർ സൈസ് വലിയ സൈസായിട്ട് വലിയ പ്ലാവാണ്. സിംഗപ്പൂർ പ്ലാവാണ്. ഇപ്പൊ നമ്മള് വിയറ്റ്നാമിൽ നല്ലത് വാടാ സിംഗപ്പൂരാണത്. അല്ല, ഇതിന്റെ ഈ ബലം ചക്ക എന്ന് പറഞ്ഞാൽ വലിയ ചക്കയാണ്. വലിയ ചക്കയാണ് വാടാ സിംഗപ്പൂർ. ഇത് 6 മാസം കൊണ്ട് മുമ്പ് കായ്ച്ചിട്ടുണ്ടോ? ഇവിടെ കായ്ച്ചിട്ടുണ്ട്. പ്ലാവ് ഉണ്ടായിരുന്നു. പിന്നെ വാടാ സിംഗപ്പൂർ ഇതിന്റെ പേര്. പിന്നെ പ്ലാവിലാണ് കാര്യം കേട്ടല്ലോ, വാടാ സിംഗപ്പൂർ. കൂടെ വരാൻ പറഞ്ഞാൽ കൂടെ വരും. ഇത് കരിമ്പുഴ വരിക്ക. കരിമ്പുഴ വരിക്ക. ചക്കയിൽ തന്നെ വേറെ ഒരു വിഭാഗമാണ് കരിമ്പുഴ വരിക്ക. കരിമ്പുഴ വരിക്കയിൽ ഇതെന്ന് പറഞ്ഞാൽ കരിമ്പുഴ നമ്മൾ മഴ കൂടുന്തോറും രുചി കൂടിക്കൊണ്ടിരിക്കും. പാലക്കാട് കരിമ്പുഴ സ്ഥലത്തിൻ്റെ പേര് ആ സ്ഥലത്തിൻ്റെ കരിമ്പുഴ. അപ്പോൾ മഴ കൂടുന്തോറും ഇതിൻ്റെ രുചി കൂടിക്കൊണ്ടിരിക്കും. കരിമ്പുഴ വരിക്കുക അതാണ് ഇതിൻ്റെ പ്രത്യേകത. കരിമ്പുഴ വരിക്കയുള്ളത്. അതിനൊരു നല്ല വെറൈറ്റിയാണ് J33. ഈ J33 പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ ചക്ക ആയിരിക്കും. നമ്മൾ വിപണി വാങ്ങിക്കാൻ കിട്ടും. 20 കിലോളം ഏകദേശം കിട്ടും നമുക്ക് ചക്കയ്ക്ക്. അവിടെ ഇവിടെ ആയിട്ടില്ല ഇതുവരെ. പുതിയ പ്ലാവല്ലേ ചേട്ടാ? ഇതെന്താ ഈ ഒരുമാതിരി വസൂരി വേട്ടവളിയിലൊക്കെ ഒന്ന് കടിക്കുന്നതാണ്. ഇതിന്റെ പേരെന്താണ്? ഒലാസപ്പോ. അത് ശർക്കരപ്പഴം. ഓ, ശർക്കര. കാണാൻ ശർക്കര മധുരമാണോ? ശർക്കര രുചിയായിരിക്കും. ശർക്കരപ്പഴം ഒലാസപ്പോ. ഇത് ലോഗൺ. പിങ്കോങ് ലോഗൺ എന്ന് പറയും. ഇതേ ലോഗൺ കാ പിടിച്ചതാണ്. ലോഗൺ ഷോ. ഇത് എല്ലാത്തിന്റെ കായ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ഭംഗിയായിരുന്നു കാണാനായിട്ട്. ചേട്ടാ, ഇപ്പോൾ നമ്മൾ ഈ നഴ്സറിയിൽ കണ്ടതെല്ലാം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. ഭൂരിഭാഗം കൃഷി വിഭവങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. ഇതൊന്നും ഞാൻ അധികം കേട്ടിട്ടേ ഇല്ല. പ്രത്യേകിച്ച് മമ്മൂട്ടി കഴിക്കുന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞ സംഭവങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത്തരത്തിലുള്ള വിദേശികളാണ് ഇപ്പോൾ കൂടുതൽ കടന്നു കയറുന്നതെന്ന് തോന്നുന്നു. എക്സോട്ടിക് ആയിട്ടുള്ള കുറേ ഫ്രൂട്ട് വിഭവങ്ങളാണ്, മരങ്ങളാണ്, തൈകളാണ് വരുന്നത്. ഇത് വന്ന് കഴിയുമ്പോൾ ഇപ്പോൾ പ്ലാവിൻ്റെ തന്നെ ഒരുപാട് സംഭവങ്ങൾ കണ്ടു. ഇങ്ങനെ നമ്മുടെ നാടനായിട്ടുള്ള ഒരുപാട് പാരമ്പര്യമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ചക്കയുണ്ട്. കുഴച്ചക്കയുണ്ട്, വരിക്കച്ചക്കയുണ്ട്, ഇങ്ങനെ കുറേ. അപ്പോൾ ചെമ്പരത്തി വരിക്കയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു നാശം ഇനി ഉണ്ടാവുമോ? നാശം ഇനി പ്ലാവിലേക്ക് തന്നെ വീണ്ടും മടങ്ങി വരും ആൾക്കാർക്ക്. പ്ലാവിനല്ലേ ഇപ്പം വില കൂടുന്നത്. പ്ലാവിനാണ്. അപ്പോൾ വീണ്ടും പ്ലാവിന്റെ സംഭവത്തിലേക്ക് വരാൻ മാവൊക്കെ വരും. മാവിക്ക് നല്ല വിലയല്ലേ. മാവിലേക്ക് വരും. അതിൽ ആൾക്കാർ തിരിഞ്ഞു വരും. വിദേശ ഫുഡ് കറക്റ്റ് നമുക്ക് മാർക്കറ്റ് ചെയ്യാക്കത്തില്ലല്ലേ. ഏ സാധനം ഇപ്പോൾ അബിയു നോക്കുന്ന അബിയു ഒരു കാ പിടിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച 4 ദിവസം കൊണ്ട് അബിയു ചീത്തയാവും. 4 ദിവസം കൊണ്ട്. 4 ദിവസം. അപ്പോൾ അത് മാർക്കറ്റിൽ ഒരിക്കലും വിൽക്കാകത്തില്ല. അബിയു നമ്മൾ വളർത്തിയത് 100 മൂട് അബിയു വളർത്തിയത് എവിടെ കൊണ്ട് കൊടുക്കും? 4 ദിവസമേ ഉള്ളൂ. അതിനുള്ള മാർക്കറ്റ് ഇല്ല. 4 ദിവസം കഴിഞ്ഞാൽ അബിയു ചീത്തായി പോകും. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും എങ്ങനെ ചെയ്താലും ചീത്തായി പോകും. മലക്കറി പോലെ പെട്ടെന്ന് അബിയു. അപ്പോൾ മാർക്കറ്റ് ചെയ്യാക്കത്തില്ല. വിദേശ ഫുഡ്സിൽ നമുക്ക് വിദേശ ഫുഡ്സ് എപ്പോഴും നമുക്ക് കഴിക്കാൻ മാത്രമേ കഴിക്കുക. മാർക്കറ്റ് ചെയ്യാൻ ഒരിക്കലും നടക്കത്തില്ല. വിപണി കിട്ടില്ല. വിപണി കൊടുക്കാൻ ഒക്കത്തില്ല. നമുക്ക് വിദേശ ഫ്രൂട്ട്സുകളൊക്കെ. ഈ വിദേശ ഫ്രൂട്ടുകൾ ഇവിടെ കൊണ്ട് ആൾക്ക് സാധാരണ ഞാനൊരാൾ വന്ന് കുറച്ച് തൈ വാങ്ങിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത്? എങ്ങനെ? ഇവിടെ തൈ കുറച്ച് വാങ്ങിച്ചോണ്ട് പോകുന്നു. ഞാൻ കൊണ്ടുപോകുമ്പോൾ അതിന്റെ നമുക്ക് അനുയോജ്യമായ മണ്ണ് വേണം, കാലാവസ്ഥ വേണം, അതിന്റെ വളങ്ങളെല്ലാം വേണം. അതൊക്കെ നിങ്ങൾ എങ്ങനെ ഗൈഡൻസ് കൊടുക്കാറുണ്ടോ? നമ്മൾ കൊടുക്കാണ്ട് സാധാരണ വളങ്ങൾ ചാണകപ്പൊടിയും വെല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതിയല്ലേ. ചാണകപ്പൊടിയൊക്കെ കൊടുത്താൽ മതിയല്ലേ. അങ്ങനെ ഇത് കൊടുത്താൽ മതിയല്ലേ. ബാക്കി മണ്ണൊക്കെ അവര് നിങ്ങൾ പറയുന്ന എല്ലാ മണ്ണിലും വളരില്ല. വിദേശ ഫലങ്ങൾ ചിലത് ചാണകപ്പൊടി കിട്ടും, കറക്റ്റ് ആയിക്കോളും. മണ്ണം കറക്റ്റ് ആയിക്കോളും. ചാണകത്തിന്റെ ബാക്ടീരിയ കറക്റ്റ് ആയിക്കോളും. എല്ലാ വിദേശ ഫലങ്ങളും കിട്ടും. കഴിക്കുന്ന സംഭവങ്ങളാണ് എല്ലാം. നമ്മൾ സാധാരണ ഫലങ്ങൾ കറക്റ്റ് ആവണമെന്നില്ല. നമ്മുടെ കാലാവസ്ഥ കറക്റ്റ് ആവണം. അല്ല, നമ്മൾ ഈ ചില കാശ്മീരിലൊക്കെ വളരുന്ന ആപ്പിൾ, ഓറഞ്ച് സംഭവങ്ങളൊക്കെ പിടിക്കത്തില്ല. ഇവിടെ പിടിക്കുന്നത് നമ്മുടെ കാലാവസ്ഥ എങ്ങനെ പിടിക്കുന്നത്? ഓറഞ്ച് കൊണ്ടുവന്ന ആപ്പിൾ എങ്ങനെ പിടിക്കും നമ്മുടെ കാലാവസ്ഥ? അപ്പൊ ഇവിടങ്ങളിൽ ഉള്ള ചെറിയ നാടൻ ആപ്പിളും ഓറഞ്ച് കിട്ടുന്ന എവിടെന്നാ? നാടൻ ആപ്പിൾ നമ്മുടെ സുഹൃത്തിന്റെ അവിടെ ഉണ്ട്. ഈ ഒരു ആപ്പിൾ അവൻ പറഞ്ഞിട്ടുണ്ട്, ഗ്രീൻ ആപ്പിളാണ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഓറഞ്ചും ഏതോ 1-2 സംഭവങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടായിരിക്കും ആ സംഭവങ്ങൾ വരുന്നത്? അവിടുത്തെ മണ്ണുമായിട്ടല്ലേ വരുന്നത്. നമ്മളിവിടെ ഈ മണ്ണിലുണ്ടെങ്കിൽ ഈ മണ്ണിൽ തന്നെ പൊടിച്ച് കയറും.
തറയിൽ പോകണ്ട. അപ്പൊ ഈ മണ്ണ് നല്ല വിദേശ മണ്ണായാൽ മതി. അല്ല, വിദേശ മണ്ണ് കിട്ടത്തില്ല. വിദേശ മണ്ണിൽ കൊണ്ടുവരുന്നത് വിദേശ വളവെന്നാണ് നമ്മൾ ഇടുന്നത്. ഇപ്പോൾ തന്നെ കുങ്കുമപ്പൂ ഇവിടെ വളർത്തുന്നില്ലേ, കാശ്മീർ വളർത്തുന്ന കുങ്കുമപ്പൂ ഇവിടെ വളർത്തുന്നില്ലേ, അത് കണക്ക് ചെയ്യാം നമുക്ക്. അപ്പൊ ചേട്ടൻ പറയുന്നത് ഇനിയിപ്പോ പാരമ്പര്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഇനി മുന്നോട്ട് പോകും. വിദേശികൾ അധികം നിൽക്കില്ല, മാർക്കറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ പ്ലാവ് തിരിച്ചു വന്നില്ലേ, പ്ലാവ് തിരിച്ചു വന്നു, പലതരത്തിലുള്ള പ്ലാവ് വന്നു, പ്ലാവ് തിരിച്ചു വന്നില്ലേ. ഓക്കെ, പ്ലാവിന് ഇപ്പോൾ ആൾക്കാരെല്ലാം ഇപ്പോൾ റബ്ബർ മേടിച്ചിപ്പോൾ അടുത്ത വർഷം തൊട്ട് ഒരുപാട് പേര് പ്ലാവ് പറയുന്നുണ്ട്. പ്ലാവും മാവൊക്കെ തന്നെ ആയിരിക്കും ഇനി കൂടുതലായിട്ട് ഇവിടെ വരാൻ സാധ്യതയുള്ളത്. പിന്നെ നമ്മൾ എക്സോട്ടിക് ഫ്രൂട്ട്സിന്റെ പേരിൽ ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ ഉൾപ്പെടെ തന്നെ അഴിമതികൾ ഒരുപാട് നടക്കുന്നുണ്ട്. അതെന്താണ്? ഇപ്പോൾ ഫ്രൂട്ട്സുകൾ നമ്മൾ മേടിക്കണം, നഴ്സറി ഇപ്പോൾ കണ്ടു മേടിക്കാന്ന് എടുക്കില്ല. ഇപ്പോൾ തന്നെ ജബോട്ടിക്കാന്ന് പറഞ്ഞു, ജബോട്ടിക്ക് വേറെ എന്തെങ്കിലും കൊടുക്കുന്നത്, ജബോട്ടിക്ക് ഒരു കൊടുത്ത എന്ത് സാധനങ്ങളെന്നറിയാമോ? അറിയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ സാധാരണക്കാരൻ ഒരാൾ പോയിട്ട് നിങ്ങൾ പറയുന്ന പേര് J31 35 എന്ന് പറയും. നമ്മൾ സാധാരണ ഇപ്പോഴും തന്നെ പല നഴ്സറിയിൽ വന്നിട്ട് കുറഞ്ഞ കച്ചവടക്കാർ കുറഞ്ഞ പ്ലാവൊക്കെ എടുത്തോണ്ട് മാവ് പ്ലാവൊക്കെ എടുത്തോണ്ട് പോകുന്നത്. നഴ്സറിയിൽ പോയി മേടിക്കുക സാധനങ്ങൾ, നമുക്ക് വിശ്വാസമായി നഴ്സറിയിൽ പോയി മേടിക്കുക. അതാ പറ്റിപ്പോരില്ല. മറ്റേ പുറത്ത് J35 കൊടുക്കുന്ന വരിക ചെക്കി കൂടെ ചെക്കി ആയിരിക്കും. നഴ്സറിക്കാർ അവിടെ തന്നെ കാണുമല്ലേ, അവിടെ തന്നെ കാണും. അവനെ പിടിക്കാൻ പറ്റുമല്ലേ, പിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇപ്പൊ ഓരോ പറ്റിപ്പുണ്ടാവും, കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലേ. കോട്ടുകുണ മാവെന്ന് പറഞ്ഞു തരുന്നത് ഇത് കോട്ടുകുണ മാവ് നമ്മൾ കണ്ടിട്ടില്ല. കോട്ടുകുണം നഴ്സറിയിൽ നടത്തുന്ന ഒരാൾക്കാണ് കുറഞ്ഞായിരിക്കും. ഞാൻ എൻ്റെ ഇത്രയും വർഷമായിട്ട് പരിചയപ്പെടുന്നത്, നമുക്കിത് അറിയാമല്ലോ. അത് കോട്ടുകുണം കണ്ടത്, കോട്ടുകുണം പിടിക്കുന്നുണ്ട്. പിന്നെ ഗ്രാഫ്റ്റ് തന്നിട്ട് ഇപ്പോൾ ഒരു മാവ് വിലക്കുറവെന്ന് പറയും. ഗ്രാഫ്റ്റും ബഡും രണ്ട് വിലയാണ് വരുന്നത്. അങ്ങനെ വരും. ബഡാകുമ്പോൾ നമുക്ക് കറക്റ്റ് 3-ാം വർഷം കായ്ക്കും. ഗ്രാഫ്റ്റ് ആകുമ്പോൾ കായ്ക്കണമെന്നില്ല. ചിലപ്പോൾ 5 വർഷം എടുക്കും, 6 വർഷം എടുക്കും, 7 വർഷം എടുക്കും. പിന്നെ ഗ്രാഫ്റ്റ് ബഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഏതാണ് നോക്കണം, ബഡ് ചെയ്യുന്ന പ്ലാൻ നോക്കണം. പിന്നെ മദർ പ്ലാന്റിൽ നിന്ന് എടുത്ത് ബഡ് ചെയ്താണ്. ഇപ്പൊ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് ഓരോരുത്തർ ഈ പറഞ്ഞ നഴ്സറി നടത്തുന്നവരുണ്ട്. ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് രണ്ടാമത് കൊണ്ടുപോയി അവർ നടക്കുന്നുണ്ട്. ചേട്ടൻ ഇത് എത്ര വർഷമായി ഇവിടെ? ഇപ്പൊ നമ്മൾ 86 തുടങ്ങി, എന്റെ 16 വയസ്സ് തുടങ്ങി. അപ്പൊ ജനിച്ചിട്ടത് ഏകദേശം ഇവിടെയാണെന്ന് പറഞ്ഞു. 16 വർഷമായിട്ട് 16 വയസ്സിൽ ഇവിടെ തുടങ്ങുന്നു അല്ലേ? തുടങ്ങി ഇത്രയും വർഷം. അപ്പൊ ഇവിടെ ഏകദേശം ഇത്രയും ഫ്രൂട്ടും കാര്യങ്ങളെല്ലാം അറിയാം. കാര്യങ്ങളൊക്കെ അറിയാം. കാലാവസ്ഥ മാറുമ്പോഴൊക്കെ അറിയാം. കാലാവസ്ഥ മാറുമ്പോഴൊക്കെ അങ്ങനെ എന്തെങ്കിലും നഷ്ടം ഉണ്ടാവാറുണ്ടോ? മഴയൊക്കെ വരുന്ന സമയത്ത് മഴ കുടിക്കുന്ന ഒരുപാട് ചെറിയൊരു ചീത്തയാവത്തില്ലേ? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇപ്പൊ മരുന്നുകളുണ്ട് അടിക്കാൻ. അതല്ല, ഈ മഴ കൂടുമ്പോൾ നിങ്ങൾക്ക് വേറെ സ്ഥലത്ത് മാറ്റി സ്ഥാപിക്കാറുണ്ടോ? മറ്റേ യു വി ഷീൽഡിലൊക്കെ വെക്കാൻ പറ്റും. അതും വെക്കാം. ഇത്രയും പ്ലാന്റ് എവിടെ കൊണ്ട് വെക്കും നമ്മള്? യു വി ഷീൽഡ് വെക്കാവുന്നില്ല, വെക്കാക്കും. ഇതിപ്പോ നമ്മളിപ്പോ നിങ്ങൾ ഇത് ഓപ്പൺ എയറിലാണ് വെച്ചിരിക്കുന്നത്. ഇതൊരു ഷെഡ് കെട്ടി ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും വളരാൻ ബുദ്ധിമുട്ടുണ്ടോ? ഷെഡ് കെട്ടി പറ്റില്ല. അത് യു വി ഷീറ്റ് കൊടുക്കണം. അതിന്റെ കറക്റ്റ് കാലാവസ്ഥ വെളിയിൽ നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. യു വി ഷെഡിൽ കൊടുക്കണം. ഈ മഴ ഇത്രയും വില കൊടുത്ത് വാങ്ങുന്ന സാധനം മഴ വന്ന് നഷ്ടപ്പെട്ടു. മഴ അങ്ങനെ പെയ്യുന്നില്ല ഇവിടെ. മഴ ഓവർ വെയിലായാലും കുഴപ്പമില്ല. നല്ല പ്ലെയിൻ ആയിട്ടിരിക്കുന്നില്ല. നമ്മുടെ കാലാവസ്ഥ നല്ലതായിട്ടിരിക്കും. നമ്മുടെ കാലാവസ്ഥ നല്ലതല്ലേ എന്തിനും ഫ്രൂട്ട്സ് പിടിക്കാനായിട്ടാണ്. ഇപ്പൊ ഈ മാവ് തന്നെ പൂത്ത് നിൽക്കും. നല്ലൊരു മഴ പെയ്താൽ മാവ് ഒഴിഞ്ഞു പോകുന്നത്. അത് പ്രകൃതിയുടെ നിയമമാണുള്ളത്. ഇതെന്താണ് ഇത്? മൈലാഞ്ചി വിലയിക്കണം. അത് ടെർമിനേലിയ ചെടിയാണത്. ജർമ്മനിയോ? ടെർമിനേലിയ അത് ചെടിയാണത്, ടെർമിനേലിയ. അത് കഴിഞ്ഞിട്ട് അതിരിക്കുന്ന മാവ് തായ്ലൻഡ് മാവാണ്, കുള്ളം മാവെന്ന് പറയും. തായ്ലൻഡ് മാവ്. തായ്ലൻഡ് കുള്ളപ്പൊക്കെ കുറവുള്ളത് അതുകൊണ്ടാണ്. ചെടിച്ചട്ടിയിൽ വളർത്താവുന്ന സൈസാണ്. തായ്ലൻഡ് മാവാണ്. ചെടിച്ചട്ടി വളർത്താവുന്നേ തായ്ലൻഡ് മാവ്, കുള്ളൻ മാവേ. ഇവിടെ നിങ്ങൾ വളർത്തിയിട്ട് ഏതെങ്കിലും ഒരു ലിമിറ്റ് കഴിയുമ്പോൾ ഇത് പിന്നെ പൊട്ടിച്ച് വെക്കണമല്ലോ. അപ്പൊ നിങ്ങൾ രണ്ടത് പൊട്ടിച്ച് വെക്കുമോ? ഇത് കവർ മാറേണ്ടി വരും. കവർ മാറിയ പിന്നെ ഇതേ മരം നിൽക്കുമോ? അതേ കിട്ടില്ല. വേരെല്ലാം ഉണ്ടല്ലോ, വേരെല്ലാം കറക്റ്റ് ആയിട്ടിരിക്കില്ല. നിങ്ങൾ സെപ്പറേറ്റ് ഇത് കൊണ്ടുവയ്ക്കരുത്. പ്ലാന്റ് കൊണ്ടുവയ്ക്കുള്ളൂ ഇവിടുന്ന്. വലിയ പ്ലാന്റിലല്ലേ.